ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെയും പ്രാർത്ഥനയോടെ ദൈവമുഖത്തേക്ക് നോക്കുവാൻ ആയുസ്സിലൊരവസരം കൂടെ ദൈവം നമുക്ക് നൽകി തന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ്. ഈ രാവിലെയുള്ള തിരുവചന ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 10-ാം വാക്യം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 12:10. അവർ 1-ാം കാവലും 2-ാമത്തതും കടന്നു പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്ന് പകൽ നമ്മോട് സംസാരിക്കുകയും നമുക്ക് വേണ്ടിയ ആത്മിക നന്മകളെ നൽകി തരികയും ചെയ്യട്ടെ. കാരാഗൃഹത്തിനകത്ത് കിടക്കുന്ന പത്രോസാണ് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിലെ വിഷയം. ഹെരോദാവ് പിടിച്ച് കാരാഗൃഹത്തിനകത്തിട്ട് കാക്കുന്നതിന് വേണ്ടി സേവകരെയുമാക്കി ഒരിക്കലും പുറത്തു വരത്തില്ല എന്ന പത്രോസിനെ കുറിച്ചുള്ള ചിന്തയിൽ ഒരു തലമുറ കഴിയുമ്പോൾ ദൈവം ആ വിഷയത്തിനകത്ത് ഇടപെടുന്നതാണ് നാം വായിച്ചു കേട്ട വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാനുഷികമായ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്കറിയാം, ശക്തനായ ഭരണാധികാരി ഹെരോദാവ് തൊട്ട് മുൻപ് അനേകം പേരെ ഹെരോദാവ് ഭയങ്കരമായ പീഡകളിലൂടെ കടത്തിവിട്ടു, അഥവാ പീഡിപ്പിച്ചു. യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. ഇതെല്ലാം ആ തലമുറ അറിയുകയും യഹൂദന്മാർക്ക് പ്രസാദകരമായി തീരുകയും ചെയ്തു. ഈ സംഭവങ്ങളെല്ലാം വാസ്തവത്തിൽ ദൈവജനത്തിന്റെ ഹൃദയത്തിനകത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ഉള്ളിൽ ഭയം കൊണ്ടുവരുവാനിടയായി തീർന്നു. ഭയാനകമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഹെരോദാവിന്റെ കയ്യിൽ പത്രോസും അകപ്പെട്ടു. ഇന്ന് രാവിലെ പിടിക്കപ്പെട്ട, അകപ്പെട്ട ഏതെങ്കിലും സാഹചര്യങ്ങളിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ, ഭൂമിയിൽ ഒരു ശക്തിക്കും വിടുവിക്കുവാൻ കഴിയാത്ത നിലയിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നെങ്കിൽ, ഉറപ്പോടെ ഞാനൊരു കാര്യം പറയാം. ദൈവം നമ്മുടെ വിഷയത്തിനകത്ത് ഇടപെട്ടാൽ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങിയാൽ, അതിനെ തടുക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഈ വാക്യം അതാണ് എഴുതിയിരിക്കുന്നത്. സന്തോഷമില്ലാത്ത സമയം, യാക്കോബ് മരിച്ചുപോയ സമയം, അനേകം പേർ പീഡകളിലൂടെ കടന്നുപോയ വേദനാജനകമായ സാഹചര്യം, പത്രോസിനെയും ഹെരോദാവ് പിടിച്ചു. ഈ പിടിക്കപ്പെട്ട കാരാഗൃഹത്തിനകത്ത് കിടക്കുന്ന പത്രോസിനെ ചൊല്ലി യഹൂദന്മാർ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയം ദൈവം വിഷയത്തിനകത്ത് ഇടപെടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ചില വിഷയങ്ങൾക്കകത്ത് ഇടപെട്ട് പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അക്ഷരാർത്ഥത്തിൽ 12-ാം അധ്യായം നമ്മൾ വായിച്ചാൽ അറിയാം, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്ന്. ദൈവപ്രവൃത്തിയെ തടയുവാൻ ലോകത്തിൽ ഒരു ചങ്ങലയ്ക്കും ഒരു കാരാഗൃഹത്തിനും ഒരു പടയാളികളുടെ സംരക്ഷണത്തിനും കഴിയത്തില്ല. കാരണം ദൈവം സർവശക്തനാണ്. ഇന്ന് പകൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ചില വിഷയങ്ങൾക്കകത്ത് വെളിപ്പെടുന്ന നല്ല പ്രഭാതമായി തീരട്ടെ. ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, അവർ 1-ാം കാവലും 2-ാമത്തതും കടന്നു. ആമേൻ. ഒരിക്കലും സ്വയത്തിൽ ആശ്രയിച്ച് കടക്കുവാൻ കഴിയാത്തതാണ് 1-ാമത്തെ കാവലും 2-ാമത്തെ കാവലും. പടയാളികളെ നിർത്തി അകത്തെ ഇടത്ത് പത്രോസിനെ കൊണ്ടിട്ടിരിക്കുകയാണ്. ഒരു പക്ഷേ പത്രോസ് പുറത്തു വരുവാൻ സാധ്യതയുണ്ടെങ്കിലും, ഏതെങ്കിലും കാരണങ്ങൾ അനുകൂലമായാലും ഈ 1-ാം കാവലും 2-ാം കാവലും കടക്കുക പ്രയാസമാണ്. എന്നാൽ ഈ വാക്യം എഴുതിയിരിക്കുന്നു, 1-ാമത്തെ കാവലും 2-ാമത്തെ കാവലും കടക്കേണ്ടതിന് ദൈവം പത്രോസിനെ സഹായിച്ചു. ഇന്ന് പകൽ അങ്ങനെയൊരു വിടുതൽ ചിലരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്നും പുറത്തു വരുവാൻ കഴിയത്തില്ലെന്നും പറഞ്ഞ് വെല്ലുവിളിച്ച് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന പൈശാചിക ശക്തികളുടെ മീതെ
ജയോത്സവം കൊണ്ടാടുവാൻ കഴിയുന്ന, അത്ഭുതകരമായി പുറത്തു വരുവാൻ കഴിയുന്ന ഒരു നല്ല പ്രഭാതമായി തീരട്ടെ. ഒന്നാമത്തെ കാവലും രണ്ടാമത്തെ കാവലും കടന്നു. ചിലത് കടക്കാൻ കഴിയുന്ന, ചാടിക്കടക്കുവാൻ കഴിയുന്ന ആമേൻ ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. അപ്പുറം വിടത്തില്ലെന്ന് പറയുന്ന ഒന്നാമത്തെ കാവൽ, അതിനോടൊപ്പം പോന്ന രണ്ടാമത്തെ കാവൽ, അത് കടക്കേണ്ടതിന് പത്രോസിന്റെ കാലുകൾക്ക് ബലം കിട്ടിയെങ്കിൽ, ദൈവനെ ശക്തീകരിച്ചെങ്കിൽ, അതിനുള്ള മുഖാന്തരങ്ങളെ അപ്രഭാതത്തിൽ ദൈവം പത്രോസിന് വേണ്ടി തുറന്നു കൊടുത്തെങ്കിൽ, പ്രിയരെ, ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും ഒക്കെ താണ്ടേണ്ടതിന് ദൈവാത്മാവ് ചിലരെ ബലപ്പെടുത്തുന്ന നല്ല പ്രഭാതമായി തീരട്ടെ. ആമേൻ. ബൈബിൾ എഴുതിയിരിക്കുന്നത്, നഗരത്തിലേക്ക് ചെല്ലുന്ന അല്ലെങ്കിൽ പട്ടണത്തിലേക്ക് ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി 2 കാവലുകൾ കടന്നു, അല്ലെങ്കിൽ 2 ഘട്ടങ്ങൾ വിജയപ്രദമായി താണ്ടി. എന്നാൽ അത്ര എളുപ്പം ജയിക്കുവാൻ കഴിയാത്ത, അത്ര പെട്ടെന്ന് മുന്നേറാൻ കഴിയാത്ത, അത്ര പെട്ടെന്ന് തുറന്നു കിട്ടാത്ത നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന ഇരുമ്പ് ഗേറ്റിന്റെ അടുക്കലെത്തി. പ്രിയരെ, ഇന്ന് രാവിലെയും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പുറം കടക്കാൻ അനുവദിക്കത്തില്ല, പുറലോകം കാണുവാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് ഇരുമ്പ് ഗേറ്റിന് തുല്യമായി ജീവിത സാഹചര്യങ്ങളെ വളച്ചൊടിച്ച് പിശാച് വലിയ കോട്ട മതിൽ കെട്ടി അതിനകത്തിട്ടാലും എന്റെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് ഈ തിരുവചനം നമ്മോട് പറയുകയാണ്. എങ്ങനെയെങ്കിലുമൊക്കെ അല്ല, ദൈവകൃപയാൽ 2 കാവലുകൾ ജയിച്ചവൻ ഇരുമ്പ് ഗേറ്റിന്റെ മുൻപിൽ നിൽക്കുകയാണ്. നാളുകൾ പലതായി, വർഷങ്ങൾ പലതായി. അവസ്ഥ ഇതാണെങ്കിൽ ഇന്ന് രാവിലെ ദൈവകരം ചലിക്കുന്ന പ്രഭാതമായി തീരട്ടെ. വേദപുസ്തകം എഴുതിയിരിക്കുന്നത്, ആ ഇരുമ്പ് ഗേറ്റിന്റെ മുൻപിൽ, ഇരുമ്പ് വാതിലിന്റെ മുൻപിൽ പത്രോസ് എത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. ആമേൻ. ഇന്ന് രാവിലെ അത് നടക്കട്ടെ. ഞാൻ അത്രമാത്രം പറയാനായി വാക്യമെടുത്തത്, സ്വതവേ തുറക്കുന്ന, സ്വതവേ മാറിപ്പോകുന്ന, സ്വതവേ വഴി ഉണ്ടായി വരുന്ന ഒരു നല്ല പ്രഭാതമായി തീരട്ടെ. ഇരുമ്പ് വാതിൽ സ്വയമായി തുറന്നു കൊടുത്തു. നമുക്കറിയാം, ചില ഡോറിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അതിനകത്ത് സെൻസറുകൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ആരെങ്കിലും ആ ഡോറിന്റെ അടുക്കൽ എത്തുമ്പോൾ അതിന്റെ ഹാൻഡിൽ പിടിക്കാതെ, ലോക്ക് എടുക്കാതെ സ്വതവേ തുറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നോക്കുക, പത്രോസിനോടൊപ്പമുള്ള ദൂതനും ഇരുമ്പ് ഗേറ്റിന്റെ മുൻപിൽ ചെല്ലുമ്പോൾ ഒരു സെൻസർ വർക്ക് ചെയ്യുന്നത് പോലെ ദൈവശക്തി അവിടെ പ്രവർത്തിക്കുകയാണ്. ആ ഇരുമ്പ് ഗേറ്റ് സ്വതവേ തുറന്നു. പത്രോസേ, മരണത്തിനു വേണ്ടി നീ വിധിക്കപ്പെട്ടെങ്കിൽ, എല്ലാം അവസാനിച്ചു എന്ന് ലോകം പറയുന്നു എങ്കിൽ, ഹെരോദാവും യഹൂദ ജനവും തീർന്നു എന്ന് മുദ്ര കുത്തുന്നു എങ്കിൽ, ഞാൻ പറയാം, ജീവനിലേക്ക് ഒരു കാൽവയ്പ്, നന്മയിലേക്ക് ഒരു തുറക്കൽ ആമേൻ ഇന്ന് പ്രഭാതത്തിൽ ചെയ്തു തരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കാമോ? നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന ഇരുമ്പ് വാതിൽ പത്രോസിന്റെയും ദൂതന്റെയും മുൻപിൽ സ്വതവേ തുറന്നു. കണ്ണിന് വിശ്വസിക്കുവാൻ കഴിയാതെ, ബുദ്ധി കൊണ്ടോ മനസ്സുകൊണ്ടോ ചിന്തിച്ചാൽ അതിന്റെ ആഴം മനസ്സിലാക്കാൻ കഴിയാതെ ചില സ്വതവേ തുറക്കലുകൾ ഒരു മനുഷ്യനും റെക്കമെൻഡ് ചെയ്തിട്ടല്ല, ആരും വന്ന് തള്ളി തുറക്കുന്നതിന് സഹായിച്ചിട്ടല്ല, പത്രോസിന്റെ മുൻപിൽ നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്നതുപോലെ ഈ പ്രഭാതത്തിൽ നന്മയിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, വിടുതലിലേക്ക് ചില വാതിലുകൾ സ്വതവേ തുറക്കുന്ന അത്ഭുതത്തിന്റെ പകലായി തീരട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ ദൈവമേ, സ്വർഗസ്വപിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. കരുണയുള്ള കരങ്ങളിൽ വഹിക്കണമേ. അത്ഭുതം ചെയ്യണമേ. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാതിലുകൾ തുറന്നു വരുന്നത് കൊണ്ട് നന്ദി.
അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.